വെൽക്കം ടു ഗ്രാമർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചേന കറി വയ്ക്കുമ്പോൾ ഈ ഒരു സാധനം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. ശരിക്കും ചേന ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. അതാണ് ഈ ഒരു ഇത്. അതിന് നമുക്ക് ചെമ്മീനാണ് എടുത്താൽ മതി. ചെമ്മീനും നമ്മൾ ചേനയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അതിന്. അപ്പോൾ അതിന് ഞാൻ ചെമ്മീൻ ഒരു 6-7 ചെമ്മീൻ വലുതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 200 ഗ്രാം ചേനയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെമ്മീനിൽ ഞാൻ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആദ്യം ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. കാരണം ചേനയ്ക്ക് നമുക്ക് വേവ് കുറവാണ്, ചെമ്മീന് വേവ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചെമ്മീന് കുറച്ച് വെള്ളം കൂടുതലിട്ട് വേവിച്ചെടുക്കുന്നത്. ഒരു പകുതി വേവാകുമ്പോൾ ചെമ്മീന് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉപ്പ് ചേനയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആയിരിക്കണം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പും പോരെങ്കിൽ അതിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഇളക്കുക. ചേനയും ഇതും കൂടി നല്ലവണ്ണം യോജിപ്പിച്ച ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഈ ചെമ്മീൻ്റെ കംപ്ലീറ്റ് ഫ്ലേവറും ആ ചേനയിലേക്ക് അങ്ങ് ഇറങ്ങും. അപ്പോൾ ശരിക്ക് അതൊരു ചേന ഇഷ്ടമില്ലാത്തവർ കൂടി ശരിക്കും കഴിച്ചു പോകും. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ ആ ചെമ്മീൻ്റെ വെള്ളത്തിലാണ് നമ്മൾ ഈ ചേന കിടന്ന് കുക്കാവുന്നത്. ചെമ്മീൻ്റെ ഫ്ലേവർ പെട്ടെന്ന് ഇറങ്ങും ആ വെള്ളത്തിലേക്ക്. നമുക്കത് കഴിച്ചവർക്ക് അറിയാൻ പറ്റുമോ അത് എന്ത് കറിയിലാണെങ്കിൽ. അപ്പം നമ്മളത് ചേന വേവുന്ന വരെ നമ്മളത് ആക്കിയെടുക്കുക. അപ്പോൾ ചേന ഇതായി വെള്ളം ഡ്രൈ ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട് ചേന. വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചു. അതിന് ശേഷം നമ്മൾ ചെറുള്ളി കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. സവാള ഇതിനിടില്ല, ചെറുള്ളി തന്നെ ഇട്ട് കൊടുക്കണം. ചെറുള്ളി ഒരു 3-4 സ്പൂൺ ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് മുളക് പൊടി 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലവണ്ണം വഴറ്റുക. ചെറു തീയിൽ കരിയിക്കാണ്ട് വഴറ്റിയെടുക്കണം. കാരണം അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മുളക് പൊടിയിലാണ് ആ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ചേന ഉണ്ടാക്കുമ്പോൾ ചെമ്മീൻ കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് വഴറ്റിയ ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന എടുത്ത് ഒഴിച്ചു. എന്നിട്ട് അതിലൊരു കുറച്ച് 3-4 സ്പൂൺ വെള്ളം കൂടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. കാരണം ആ ഒരു മസാല അതിലേക്ക് കോട്ട് ചെയ്ത് വേവണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് ആ പാത്രത്തിലുള്ള അത് കുറച്ച് 3-4 സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് അത് നല്ലവണ്ണം പാത്രം എന്താക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലവണ്ണം ഇളക്കി തീ കൂട്ടി വെച്ചിട്ട് അത് യോജിപ്പിച്ചെടുക്കാം. ശരിക്കും നല്ല ചേന ഉണ്ടാക്കിയാലും ചേന എന്ന് പറയില്ല. അത് നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പാണ്. അത്രയും നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറി ഇതിന് ആവശ്യമില്ല. ഇത് ഈ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. കുറച്ചുകൂടി ഡ്രൈയും ആക്കിയെടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം മാറി. നമുക്ക് ചോറിന് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ലൂസായിട്ട്, ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഡ്രൈ ആയിട്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു പരിവായ്പത് എടുത്തിട്ടുണ്ട്. നമുക്കത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ചേന ഇഷ്ടമില്ലാത്ത കുട്ടികൾ കൂടി ഇത് ചേനയാണെന്ന് അറിയില്ല, ചെമ്മീൻ്റെ ആ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്